ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സലാഡ്. ചിക്കൻ സലാഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വായിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ സലാഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി എടുക്കേണ്ട സാധനങ്ങൾ: ഓണിയൻ, കുക്കുംബർ, ടൊമാറ്റോ. ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്, ആൻഡ് ലെമൺ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പുതിനയില, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ മയോണൈസ് ഉണ്ട്, ആൻഡ് നമ്മുടെ പെപ്പർ പൊടിച്ചെടുത്തത്, ഉപ്പ്. ഇത്ര ഐറ്റംസാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മളൊന്ന് മയോണൈസ് എടുത്തിട്ട്, മയോണൈസ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് മതി കേട്ടോ. നമുക്ക് കുറച്ച് ഇവിടെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇടാം. ആദ്യം തന്നെ നമ്മൾ ഇടുന്നത് ഈ ഒരു ക്യാബേജാണ്. ക്യാബേജ് കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. കുറച്ചും കൂടി ആവശ്യത്തിന് നിങ്ങൾക്ക് ഇനി മേളിലും ഡെക്കറേറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ കുറേച്ച് നമ്മുടെ ക്യാബേജ് കൊടുക്കണം. ആൻഡ് ഇനി ക്യാപ്സിക്കം ഇത്തിരി ഇങ്ങനെ ഇതേപോലെ വെജിറ്റബിൾ പോലെ ഇങ്ങനെ. ഇനി കൂടുതൽ നമുക്ക് ഹെൽത്തി ആണ് ഇത്. ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ്, കുറച്ച് നമ്മുടെ ടൊമാറ്റോ ഇങ്ങനെ. ഇനി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എല്ലാം ഇടാം കേട്ടോ. സവാള ഇടണം. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. അതിക്ക് മുന്നേ തന്നെ നമുക്ക് കുറച്ച് കുക്കുംബർ ഇതേപോലെ ഒന്ന് കൊടുക്കണം. കുക്കുംബർ കുറച്ച് നമ്മൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഇടണം. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്കൊന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി നമുക്ക് ബാക്കിയുള്ള ഒന്നും കൂടി ആ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. ക്യാബേജ്, തക്കാളി, പിന്നെ ഈ ഒരു ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എത്താറായല്ലോ, ഇപ്പോൾ പകുതിയായി. അത് കുറച്ച് ചിക്കൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതേ മെത്തേഡ് ആയിട്ട് നമ്മൾ ചെയ്ത് ഇങ്ങനെ പോകണം. അതിക്ക് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പെപ്പർ ഇടണം. പെപ്പർ പിന്നെ ഇട്ടാൽ മതി. അപ്പം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പം ഇനി നമുക്ക് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇത്തിരി മയോണൈസും കൂടി ഇടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതേ മെത്തേഡ് തന്നെ ചെയ്യുന്നുണ്ട്. ക്യാബേജ്, തക്കാളി, സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു കുക്കുംബർ എൻ്റെ തെറിച്ചു കേട്ടോ. അതാണ് ചിരിച്ചത്. അപ്പം നമുക്ക് ഒരു കുക്കുംബർ ഇതിന് വയ്ക്കുക. ഇത് നമുക്ക് വിടും ചെയ്തെടുക്കുക. സമയമില്ല, നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക വേഗം. വീണ്ടും ക്യാബേജ്, ക്യാരറ്റ്, ഇത് ഓണിയൻ,
ടൊമാറ്റോ ഇത്ര ഇടുക. വീണ്ടും ഇതൊക്കെ ചിക്കനാണ് വേണുള്ളൂ. മേലത്തെ ആ ഒരു ഇതിൽ നമ്മൾ ചിക്കനാണ് ഇടുന്നത്. ഫുള്ള് ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. സ്പ്രെഡ് ചെയ്ത് ആ ഒരു ചിക്കൻ ഫുള്ള് നമുക്ക് ഇതിലോട്ട് ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ഫുള്ള് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഓണിയൻ ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ക്യാബേജ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതേപോലേക്ക് വരും. ഇനി നമുക്ക് ബാക്കിയുള്ള ഓണിയനും കൂടി ഇട്ട് കൊടുത്താൽ അത് ഫുള്ള് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇനി കുക്കുംബർ ഉണ്ട്, പിന്നെ നാരങ്ങ ഉണ്ട്. കുക്കുംബർ ഇതേപോലെ നമ്മളിങ്ങനെ ഒരു വൈകിട്ട് വെച്ചെടുക്കാനായിട്ട് ഇതേപോലെ കുക്കുംബർ വെച്ച് കൊടുക്കുക. ഇനി നാരങ്ങയാണ് നമുക്ക് സ്ക്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നാരങ്ങ ഒന്ന് സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സ്പൂണിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം കൊടുക്കുക. സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കുള്ളത് പെപ്പറാണ്. പെപ്പർ ഇടാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പെപ്പർ എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മയോണൈസ് ഒന്ന് ഫ്രണ്ടിലാകാട് ഇങ്ങനെ 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 കൊടുക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മയോണൈസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിടാം. എൻ്റെ വീട്ടിലധികം മയോണൈസ് അധികം ഒരു ഇഷ്ടപ്പെടില്ല. കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു പുളിച്ച ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനത്തെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ മയോണൈസ് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്കും ടേസ്റ്റും ഓഫ് ദിസ് സലാഡ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ബൈ. അലക്കിയിട്ട് തിന്നാൻ പോണേണ്. ഇങ്ങനെ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാം. തിന്നോക്കട്ടെ കേട്ടോ. കൊള്ളാട്ടോ, നല്ല രസമുള്ളൂ. എല്ലാ ഒരു ചിക്കൻ്റെ എല്ലാം വെജിറ്റബിൾസിൻ്റെ എല്ലാം ടേസ്റ്റ് നോക്കാറുണ്ട്. വേറെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബൈ. വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു സലാഡ് ട്രൈ ചെയ്ത് കൊടുത്താൽ അവർ തിന്നോളും. എനിക്കൊന്നും വെജിറ്റബിൾസ് ഇഷ്ടമല്ല, പക്ഷെ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ നല്ലോണം തിന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും തിന്നുക. ബൈ. അടിപൊളി സാധനം കേട്ടോ.